അറബിക്കടലിലെ പുറംകടലിൽ തീപിടിച്ച ചരക്ക് കപ്പൽ വാങ്ഹായ് 503 കപ്പലിലെ തീ നിയന്ത്രണ വിധേയമാക്കാനുള്ള ശ്രമം മൂന്നാം ദിവസവും തുടരുകയാണ്. അർച്ചന വിനോദ ചേരുന്നുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. അർച്ചന, ഈ തീ നിയന്ത്രണ വിധേയമാക്കാനുള്ള ശ്രമം മൂന്നാം ദിവസവും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. മറ്റ് കണ്ടെയ്നറുകളിലേക്ക് തീ പടർന്നതാണ് ഈ പ്രധാന വെല്ലുവിളിയായി മുന്നിൽ നിൽക്കുന്നത്. ഒപ്പം കാണാതായവർക്കുള്ള തിരച്ചിലും പുരോഗമിക്കുകയാണ്. ആര്യ, പ്രധാനമായും ഈ ദൗത്യം പൂർത്തിയാക്കാൻ നിരവധിയായ വെല്ലുവിളികൾ ഈ ഘട്ടത്തിലുണ്ട്. പ്രധാനമായും കൂടുതൽ കണ്ടെയ്നറുകളിലേക്ക് തീ പടരുന്നു എന്നതാണ് നിലവിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആശങ്ക. എന്തായാലും ഇപ്പോഴും തീ അണയ്ക്കാനുള്ള തീവ്ര ശ്രമം കോസ്റ്റ് ഗാർഡിന്റെ നേതൃത്വത്തിൽ 3 കപ്പലുകൾ തുടരുകയാണ്. ഇന്നലെ രാത്രിയോളം ഇന്ന് പുലർച്ചെ വരെ ഇത്തരത്തിൽ ഈ ദൗത്യം മുടങ്ങാതെ തുടങ്ങുകയും ചെയ്തിരുന്നു. ഇത്തരത്തിൽ 3 ദിവസമായി ഈ തീ അണയ്ക്കാനുള്ള തീവ്ര ശ്രമം തന്നെയാണ് കോസ്റ്റ് ഗാർഡിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. എന്നാൽ തീ ഇപ്പോഴും നിയന്ത്രണ വിധേയമായിട്ടില്ല. വലിയ രീതിയിൽ പുക ഈ ചരക്ക് കപ്പലിൽ നിന്ന് ഉയരുന്നുണ്ട്. എന്തായാലും ഏറ്റവും പ്രധാനമായും ഈ വെല്ലുവിളിയായി നിൽക്കുന്നത് ഇതുവരെ ഈ കപ്പലിനടുത്തേക്ക് എത്താൻ കോസ്റ്റ് ഗാർഡിന്റെ കപ്പലുകൾക്ക് കഴിഞ്ഞിട്ടില്ല. അതിൽ പ്രധാനമായും ഇത്തരത്തിൽ കപ്പലിൽ നിന്ന് ഈ കടലിലേക്ക് കുറെ കണ്ടെയ്നറുകൾ പതിച്ചിട്ടുണ്ട്. ഈ കണ്ടെയ്നർ തട്ടി അപകടമുണ്ടാകുന്ന സാഹചര്യം ഉള്ളതുകൊണ്ട് തന്നെ അടുത്തേക്ക് പോകാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ദൂരെ നിന്നാണ് ഇപ്പോൾ വെള്ളം അങ്ങോട്ടേക്ക് അടിക്കുന്നത്. 4 ഭാഗങ്ങളിൽ നിന്നായിട്ടാണ് ഇത്തരത്തിൽ വെള്ളം പമ്പ് ചെയ്യുന്നത്. എന്തായാലും ഏറ്റവും പ്രധാനമായ ദുഷ്കരമായ ദൗത്യം തന്നെയാണ് ഇപ്പോൾ കോസ്റ്റ് ഗാർഡിന്റെ നേതൃത്വത്തിൽ പൂർത്തിയാക്കുന്നത്. 3 കപ്പലുകളാണ്. ഒന്ന് സമുദ്ര പ്രഹരി, മറ്റൊന്ന് ഇത്തരത്തിൽ 3 കപ്പലുകളാണ്. ഇതുകൂടാതെ നേവിയുടെ കപ്പലും സമീപത്തായി ഉണ്ട്. എന്നാൽ നേവി ഇത്തരത്തിൽ വെള്ളം അടിക്കുന്ന തരത്തിലേക്ക് നീങ്ങിയിട്ടില്ല. എന്നാലും ഈ 3 കപ്പലാണ് ഇപ്പോൾ തീവ്രമായി ഈ ദൗത്യത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത്. ഇനിയുള്ള മണിക്കൂറിലും ഇതേ ദൗത്യം തന്നെ തുടരും. എന്തായാലും തീ ഇത്തരത്തിൽ നിയന്ത്രണ വിധേയമായിട്ടില്ല എങ്കിൽ പോലും ഈ ആളിപ്പടരുന്ന സാഹചര്യം നിലവിലില്ല. എന്നാൽ പോലും ഇത്തരത്തിൽ മറ്റ് കണ്ടെയ്നറുകൾ തീ വ്യാപിപ്പിക്കുകയും ഒപ്പം പൊട്ടിത്തെറിക്കുകയും ഒക്കെ ഉണ്ടാകുന്ന സാഹചര്യമുണ്ട്. എന്തായാലും അപകടകരമായ ദൗത്യം, ആശങ്ക ഇപ്പോഴും ഒഴിഞ്ഞിട്ടില്ല എന്ന് തന്നെ പറയേണ്ടി വരും. മാത്രമല്ല ഈ ചരിഞ്ഞ കപ്പൽ ഇത്തരത്തിൽ ചരിയുന്ന ഒരു സാഹചര്യം കൂടി, കാരണം നിയന്ത്രണമില്ലാതെ ഈ കപ്പൽ ഒഴുകുകയാണ്. അതുകൊണ്ട് തന്നെ ചെറിയ രീതിയിൽ ചരിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പൂർണ്ണമായും ചരിവ് ഒഴിവാക്കാനുള്ള ഒരു സാധ്യത അതുകൂടിയാണ് ഇപ്പോൾ കോസ്റ്റ് ഗാർഡിന്റെ നേതൃത്വത്തിൽ നോക്കുന്നത്. ഇതുകൂടാതെ 4 പേരെ കാണാതായിട്ടുണ്ട്. ഇവർക്കുള്ള തെരച്ചിൽ ഇപ്പോഴും ഊർജിതമായി തുടരുകയാണ്. എന്തായാലും ആശങ്ക പൂർണ്ണമായും ഒഴിഞ്ഞിട്ടില്ല. തീ പൂർണ്ണമായും നിയന്ത്രണ വിധേയമായിട്ടില്ല. ഇനിയുള്ള മണിക്കൂറുകളിലും ഈ തീവ്ര ശ്രമം, അതായത് ഹൈ ലെവലിലാണ് ഇത്തരത്തിൽ വാട്ടർ അങ്ങോട്ടേക്ക് അടിക്കുന്നത്, അത് വീണ്ടും വീണ്ടും തുടരുകയാണ്. എന്തായാലും അപകട സാധ്യത ഏറ്റവും കുറയ്ക്കാനാണ് ഇപ്പോൾ കോസ്റ്റ് ഗാർഡിന്റെ നേതൃത്വത്തിലുള്ള സംഘം നോക്കുന്നത്. എന്തായാലും ഇനിയുള്ള മണിക്കൂറിലും ഈ തീവ്ര ശ്രമം, ഈ ദൗത്യം തുടരാനാണ് കോസ്റ്റ് ഗാർഡിന്റെ തീരുമാനം. ആര്യ.